സുഹൃത്തുക്കളെ, എല്ലാവരുടെയും ഒരു ആഗ്രഹമായിരിക്കും നിലമ്പൂരിലേക്കൊരു തീവണ്ടി യാത്ര. നിലമ്പൂരിലേക്ക് തീവണ്ടി യാത്ര എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രത്യേക ഒരു വൈബുള്ള പ്രദേശമാണ്. കാരണം നിലമ്പൂർ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ തേക്കും പൊതുവെ യാത്ര എന്ന് പറഞ്ഞാൽ പച്ചപ്പ് നിറഞ്ഞ ഒരു യാത്രയാണ് നിലമ്പൂരിലേക്ക്. നമ്മൾ ഒരുപാട് തവണ നിലമ്പൂരിലേക്ക് പോയതാണ്. പക്ഷേ ആശാന് നിലമ്പൂർക്ക് യാത്ര ചെയ്തിട്ടില്ല തീവണ്ടിയിൽ. അപ്പോൾ ആശാൻ പറഞ്ഞ് നമുക്ക് നിലമ്പൂരിലോട്ട് യാത്ര പോകണമെന്ന്. അങ്ങനെ ഞങ്ങൾ ഇന്ന്, അതായത് 29 ഒക്ടോബർ നിലമ്പൂരിലേക്ക് യാത്ര തിരിച്ചു. പതിവ് പോലെ പച്ചപ്പ്, മഴയൊക്കെ ഉണ്ടായതുകൊണ്ട് ആ പച്ചപ്പിനൊരു കുറവുമില്ല. പിന്നെ നിലമ്പൂർ യാത്ര എന്ന് പറഞ്ഞാൽ ട്രെയിന് ഒരു സംഭവ യാത്രയാണ്. പിന്നെ നമുക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു ന്യൂസ് എന്താണെന്ന് വെച്ചാൽ, നിലമ്പൂരിലേക്ക് സാധാരണ തിരൂർ ഭാഗത്തു നിന്ന്, അതായത് തിരൂർ കോഴിക്കോട് ഭാഗത്തു നിന്ന് നിലമ്പൂരിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ഷൊർണൂർക്ക് ട്രെയിൻ കയറി ഷൊർണൂരിൽ നിന്നും നമ്മൾ നിലമ്പൂരിലേക്ക് ട്രെയിൻ കയറണം. അതേപോലെ തന്നെ തിരിച്ചും വരണം. അതൊരു ടാസ്ക് നിറഞ്ഞ സംഭവമാണ്. കാരണം ഷൊർണൂരിൽ നിന്ന് നമുക്ക് നിലമ്പൂരിലേക്ക് എളുപ്പമാണെങ്കിലും തിരിച്ച് ഷൊർണൂരിൽ നിന്ന് നമ്മളെ കോഴിക്കോട്ട് ഭാഗത്തേക്കൊക്കെ ട്രെയിന് ഭയങ്കര റഷായിരിക്കും. അത് രാത്രിയുള്ള ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന വണ്ടിയെല്ലാം അതിൽ കയറാനും പ്രത്യേകിച്ച് ഫാമിലിക്കൊക്കെ വളരെ പ്രയാസം നിറഞ്ഞ യാത്രയായിരിക്കും. അതിനൊരു ഇപ്പോൾ 2-3 മാസമായിട്ട് കണ്ണൂരിൽ നിന്ന് നിലമ്പൂരിലേക്ക് ഡയറക്റ്റ് ട്രെയിനുണ്ട് തിരിച്ചു പോകും. അപ്പോൾ അതിൻ്റെ സമയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. രാവിലെയും എല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ സമയം അനുസരിച്ച്, നിങ്ങളെ സ്ഥലം അനുസരിച്ച് ചോദിച്ച് മനസ്സിലാക്കുക. അത് വളരെ ഉപകാരമാണ്. കാരണം കോഴിക്കോട്, തിരൂർ, താന്നൂർ, പരപ്പനങ്ങാടി ആ ഭാഗത്തു നിന്നും വരുന്ന ആളുകൾക്ക് നല്ല ഒരു സൂപ്പർ മാർഗ്ഗമാണ് ഈ കണ്ണൂരിൽ വരുന്ന തീവണ്ടി. അപ്പോൾ സുഹൃത്തുക്കളെ, അത് നിങ്ങൾ നോക്കുക. റെയിൽവേ സ്റ്റേഷനിൽ വിളിച്ചിട്ട് നിങ്ങൾ കൺഫേം ചെയ്തിട്ട് ടിക്കറ്റ് എടുക്കുക. പക്ഷേ നിലമ്പൂർ യാത്ര നമ്മൾ ഒരിക്കലെങ്കിലും ഒരു അനുഭവിക്കേണ്ട യാത്രയാണ്. കാരണം നമ്മൾ കേരളത്തിൽ, നമ്മളെ മലപ്പുറം ജില്ലയിലെ ഒരു ഭാഗമാണ്. കാരണം നമ്മൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളും യാത്ര ചെയ്തിട്ടുണ്ടാകും, ഇന്ത്യയുടെ പല ഭാഗത്തും പോയിട്ടുണ്ടാകും. പക്ഷെ നമ്മളെ ഈ മുറ്റത്ത് കിടക്കുന്ന നിലമ്പൂരിലേക്ക് പോകാത്ത ഒരുപാട് പേരുണ്ടാവും. പക്ഷെ നമ്മളെ ഫാമിലി ഒത്ത് പോകാൻ പറ്റിയ ഒരു പ്ലേസാണ്. കാരണം ഒന്നാം വെച്ചാൽ ട്രെയിനിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ ട്രെയിനിനും എല്ലാ കമ്പാർട്ട്മെൻറ്റിനും ഒരേ ചാർജാണ്. അപ്പോൾ ഏത് കമ്പാർട്ട്മെൻറ്റ് ലോക്കൽ കമ്പാർട്ട്മെൻറ്റ് എന്ന് കരുതിയിട്ട് ഓടേണ്ട സാഹചര്യമില്ല. ഒന്നാമത്. രണ്ടാമത് പ്രത്യേകിച്ച് ട്രെയിനിന് തിരക്കില്ല. തീരെ ട്രെയിൻ കയറാത്ത ആളുകൾ, ട്രെയിൻ കയറാൻ ആഗ്രഹമുള്ള ആളുകൾ, ഇവർക്കൊക്കെ സുലഭമായി തിരക്കില്ലാതെ നല്ല ഇരുന്ന് പോകാൻ പറ്റിയൊരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ നിലമ്പൂർ യാത്ര. പിന്നെ അതേപോലെ തന്നെ പച്ചപ്പ്, ആ നിലമ്പൂരൊക്കെ എത്തുമ്പോഴുള്ള പച്ചപ്പ്, തേക്കുമരങ്ങൾ, അതെല്ലാം പ്രത്യേക വൈബാണ്. നമ്മളതിന് വീഡിയോ എടുത്തിട്ട് നമ്മൾ ഡിലീറ്റ് ചെയ്യാനൊരു ഭാഗം ഉണ്ടാവില്ല. കാരണം വീഡിയോൻ്റെ ഒരു എന്താ പറയുക സ്ട്രാറ്റജി അനുസരിച്ചിട്ട് അത് ചെറിയ വീഡിയോകൾക്കാണ് വ്യൂസ് കൂടുതലുള്ളൂ. പക്ഷേ നമുക്ക് ആ വീഡിയോ ഒന്നും കട്ട് ചെയ്യാൻ തോന്നില്ല. കാരണം ആ പച്ചപ്പും ആ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ പ്രത്യേക അനുഭൂതിയാണ്. അപ്പം നമ്മൾ ആ യാത്രൻ്റെ വീഡിയോ അതേമാതിരി തന്നെ ഇട്ടതാണ്. കാരണം ആ റീൽസിൻ്റെ ഒരു ഭംഗിക്ക്, അല്ലെങ്കിൽ വീഡിയോൻ്റെ ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ വീഡിയോ വെട്ടി മുറിച്ചിട്ടൊന്നുമില്ല. കാരണം വെച്ചാൽ ആ യാത്ര പിന്നീട് നമുക്ക് കാണാനും ഓർക്കാനും നമുക്ക് വേണ്ടിയിട്ട് ആ യാത്ര അതേമാതിരിക്കാണ് പകർത്തിയതാണ്. എന്തായാലും സുഹൃത്തുക്കളെ, നിങ്ങൾ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും, ഒരു തവണയല്ല, മിനിമം നമ്മളെ ഏറ്റവും ചിലവ് കുറഞ്ഞ നിലമ്പൂരിലേക്ക് പോകുക. ഒരു ഫാമിലിക്കൊക്കെ ഏകദേശം 500 രൂപ ഉണ്ടെങ്കിൽ നിലമ്പൂരിൽ പോയി വരാം. പിന്നെ തേക്ക് മ്യൂസിയവും മറ്റേ കനോലി കനാല്, അങ്ങനെ ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസ് നിലമ്പൂരുണ്ട്. പക്ഷെ അതിലൊക്കെ നിങ്ങൾ പോയി വരണമെങ്കിൽ അതിനനുസരിച്ച് രാവിലെ അവിടെ എത്തണം. എന്താണെന്ന് വെച്ചാൽ നമ്മളെ തേക്ക് മ്യൂസിയമൊക്കെ 5 മണിക്ക് അത് ക്ലോസിംഗ് ആണ്. അപ്പോൾ അതിന് മുന്നേ ആ തേക്ക് മ്യൂസിയമൊക്കെ കവർ ചെയ്ത് തിരിച്ചിട്ട് ഇപ്പോൾ 9 മണി വരെ ട്രെയിനുണ്ട് നിലവിൽ. പക്ഷേ ട്രെയിനിൻ്റെ സമയങ്ങളൊക്കെ ഏത് നിമിഷവും മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം ചോദിച്ചറിഞ്ഞിട്ട് മാത്രം പോകുക. പിന്നെ കനോലി കനാല്, തേക്ക് മ്യൂസിയമൊക്കെ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ അതിനനുസരിച്ച് രാവിലെ എത്തുക. പക്ഷെ നിങ്ങൾക്ക് ട്രെയിൻ യാത്ര മാത്രം ആസ്വദിക്കാനാണെങ്കിൽ എപ്പോഴും ട്രെയിനുണ്ട്. നമ്മൾ പോയ ട്രെയിൻ തന്നെ ഒരു അരമണിക്കൂർ ഗ്യാപ്പ് ഇട്ട് തിരിച്ചു വരും. നമ്മൾ
ഷൊർണൂർ ഭാഗത്ത് നിന്ന് നിലമ്പൂരിലേക്ക് ട്രെയിൻ എന്ന് വെച്ചാൽ നിലമ്പൂരിൽ അതിന് ക്ലോസിംഗ് ആണ്. പിന്നെ നിലമ്പൂരിൻ്റെ അപ്പുറത്തേക്ക് ട്രെയിൻ യാത്രയില്ല. പിന്നെ നിലമ്പൂരിൽ ആ ട്രെയിൻ റിട്ടേൺ വീണ്ടും ഷൊർണൂർ ഭാഗത്തേക്കാണ് വരുന്നത്. പിന്നെ കോഴിക്കോട്, മലപ്പുറം, തിരൂർ ഭാഗത്തുള്ള ആളുകൾക്ക് ആ കണ്ണൂരിൽ നിന്ന് വരുന്ന ട്രെയിൻ അനുസരിച്ചിട്ട് പോകുക. ഒരു വന്ദേ ഭാരത് ഉണ്ട്, അത് ഷൊർണൂരിൽ നിന്ന് മാറി കയറണമെന്ന് സംശയമുണ്ട്. പക്ഷേ എന്തായാലും എല്ലാവരും ഈ യാത്ര ഒന്ന് ആസ്വദിക്കുക. നമ്മൾ ഒരുപാട് തവണ നിലമ്പൂർ പോയതാണ്. ട്രെയിനിൽ തന്നെ കഴിഞ്ഞ 3 മാസം മുന്നേ ഫാമിലി ഒത്തു പോയിരുന്നു. അന്ന് ഡയറക്റ്റ് ട്രെയിൻ ഉണ്ടായിരുന്നില്ല. 3-4 മാസമായി അത് നമ്മളിങ്ങനെ ഷൊർണൂർ ഭാഗത്തേക്ക് കയറിയിട്ട് അവിടെ നിന്ന് പോയതാണ്. ഇപ്പോൾ ഡയറക്റ്റ് ട്രെയിനുണ്ട്. പിന്നെ ആ ട്രെയിന് പിന്നെ കണ്ണൂരിൽ നിന്ന് വരുന്ന ട്രെയിനാണ്. അപ്പോൾ അത് ടൈമും കാലൊക്കെ ചോദിച്ചറിഞ്ഞ് പോവുക. ട്രെയിനിൻ്റെ സമയക്രമങ്ങളിൽ മാറ്റം വരും. കാരണം നമ്മൾ വീഡിയോ ചെയ്തിട്ട് ചിലപ്പോൾ വീഡിയോ ഇത് കാണുന്ന സമയത്ത് ട്രെയിനിന് സമയത്ത് മാറ്റം വന്നിട്ടുണ്ടാവും. ചിലപ്പോൾ ആ ട്രെയിൻ തന്നെ മാറ്റിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ പോണ സമയത്ത് അന്വേഷിച്ച് പോകുക. എന്തായാലും ഒരു സന്തോഷ വാർത്തയാണ്. കാരണം വെച്ചാൽ ഡയറക്റ്റ് ട്രെയിനുള്ളത്.